ദാ ഞങ്ങൾക്ക് കൂണ് കിട്ടി ട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും കൂണ് കിട്ടിയോ? ഇപ്പോൾ കൂണൊക്കെ കിട്ടുന്ന സീസണാണല്ലോ. അപ്പോൾ ഞാൻ രണ്ടാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. ഒന്ന് ഏട്ടനും ചേച്ചിക്കും കൊടുക്കണം, ഒന്ന് ഞങ്ങൾക്കുള്ളതുമാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചായിട്ട് വഴുപ്പ് നമുക്ക് പുറത്തുള്ള വഴുപ്പും ചളിയൊക്കെ കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ കത്തിയും കൊണ്ട് ചുരണ്ടി കളയുന്നുണ്ട്. ചിലത് മുട്ട് നമുക്ക് ഇങ്ങനെ ചുരണ്ടി കളയാം. ചില പൂവുകൾ നമുക്ക് അങ്ങനെ കുറച്ച് വിരിഞ്ഞ പൂവുള്ള കൂണാണെങ്കിൽ നമുക്കതങ്ങനെ അടർത്തിയെടുക്കുക എളുപ്പമാണ് കേട്ടോ. ഇതങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അടർത്തിയാൽ മതി. അപ്പോൾ അതിൻ്റെ വഴുവഴുപ്പുള്ള ഭാഗം വേറെയും അതിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിക്കാനുള്ളത് വേറെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് പൂ പോലെ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ തണ്ടൊക്കെ നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അത്രയും കൂണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കൂണാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ വേസ്റ്റാണ്. തൊലി അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ, വേണ്ടാത്തതാണ്. അപ്പോൾ ഇതാ ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഈ നേരാക്കി വെച്ചിട്ടുള്ള കൂണ് അതിലേക്ക് ഇടും കേട്ടോ. അതിൻ്റെ ഒരു 10 മിനിറ്റൊക്കെ നമ്മളത് അടച്ച് വയ്ക്കും. ലൈറ്റ് ചൂടായാൽ മതി കേട്ടോ വെള്ളം. ഈ കോളിഫ്ലവറൊക്കെ ഇട്ട് വയ്ക്കില്ലേ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, അതേപോലെ നമ്മൾ ഈ കൂണിട്ട് വയ്ക്കും കേട്ടോ. ഇതാ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് നേരെയാക്കി വെച്ചിട്ടുള്ള കൂണ് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൂണും മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി നന്നായിട്ടൊരു 2 മിനിറ്റ് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക. നേരം കൂടി ഞാൻ ഉള്ളി ഉണ്ടാക്കട്ടെ കേട്ടോ. അതാ ചെറുള്ളി ഉണ്ടാക്കുകയാണ് കേട്ടോ. കണ്ണനും കൂടുന്നതിൻ്റെ കൂടെ നല്ലപ്പോൾ ഇത് കഴിയുള്ളൂ. സമയം കുറച്ചായി, 8 മണിയൊക്കെ ആയി. 8:30 ആകുമ്പോഴേക്കും എൻ്റെ കണ്ണാ 8:30 ആകുമ്പോഴേക്കും കഴിക്കണ്ടേ. അപ്പോഴേക്കും വേഗം ആവണ്ടേ. അപ്പോൾ ഇതാ ഏട്ടൻ പണി മാറ്റി വരുമ്പോഴെ കൊണ്ടുവന്നു. അപ്പം എന്നാൽ അത്ത സമയമൊക്കെ പോയി. അമ്മിയിൽ അരയ്ക്കാൻ ഇപ്പോൾ അവിടെ ഇരുട്ടാണ്. അപ്പം മിക്സിയിൽ തന്നെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അമ്മിയിൽ അരയ്ക്കാവും അരച്ചിട്ട് എടുക്കാറ്. ഇപ്പം മിക്സിയിൽ അരയ്ക്കട്ടെ. അപ്പോൾ ചെറുള്ളി ഉണ്ടാക്കട്ടെ കേട്ടോ വേഗം. കണ്ണന് എല്ലാറ്റിനും കൂടും കേട്ടോ, പക്ഷേ കണ്ണന് കൂണൊന്നും കഴിക്കില്ല. അപ്പോൾ ഇതാ ചെറുള്ളിയും മുളക് പൊടിയും മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. മുളക് പൊടി ഉള്ളി നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിലേക്ക് ഒഴിച്ച് അതിലേക്ക് കുറച്ച് വെള്ളം പാകത്തിന് വെള്ളമാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ 2 പച്ചമുളകും കീറിയിടണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തള പൊട്ടുമ്പോൾ ആവശ്യത്തിന് ഉപ്പിടണം. പിന്നെ ഇത് നന്നായി തിളച്ച് മറിയുമ്പോൾ നമ്മൾ നേരെയാക്കി വെച്ചിട്ടുള്ള കൂണിടുക. കുറച്ച് വെറ്റാണ് കേട്ടോ, ഗ്രേവി പോലെ വേണം. ഇത് നന്നായി മിക്സായി കൊടുക്കുക. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഏട്ടാ നമ്മുടെ ഫോൺ നോക്കിയിരിക്കുന്നുണ്ട്. നമ്മുടെ കൂനുകറി റെഡി ആയിട്ടുണ്ടായിരിക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.